ഇങ്ങനെ നോക്കല്ലേ ഇങ്ങനെ. സത്യമായിട്ട് ഞാൻ കണ്ണാടി അടിച്ച് ദൂരെ അറിയും. എന്താണത് എത്രയോ ഒപ്പിച്ച് വെച്ചിട്ട്? ആര് ഞാനാ? ഇത്രയോ ഒപ്പിച്ച് വെച്ചിട്ട് ഞണ്ണെണ്ണം തരടേ. അവരാ മീഡിയക്കാരെ മുമ്പ് വന്നിരുന്നിട്ട് ചുമ്മാ കിടന്ന് വായ്ത്താളം അടിക്കാൻ ആരാണ് ബുദ്ധി പറഞ്ഞു തന്നത്? ഞാനാ. മാലയും എല്ലാ സാധനവും അടിച്ചു മാറ്റി കൊണ്ടുപോവാൻ പറഞ്ഞു തന്നത് നീയാണ്. ആ ക്യൂആറിന്റെ ഐഡിയ ആരായിരുന്നു? ആരതായിരുന്നു? അത് മറ്റോള് ഞാൻ. നിന്റേതാണ് സത്യം പറഞ്ഞ ബ്രില്യൻസ്. അത് തോന്നിക്കാൻ വേണ്ടി ഒരു ഭൂത കണ്ണാടിയും കൂടെ എടുത്ത് കുത്തിക്കയറ്റി വെച്ചിട്ട്. ബുജികളാണ് ബുജി എല്ലാം പറഞ്ഞു തരണ ഞാനല്ലേ. അപ്പൊ ബുജികളാണ് ഇങ്ങനെയുള്ള കണ്ണാടി വെക്കുന്നത്. കണ്ണാടി കൂടെ ഇങ്ങനെ ഏറ്റി വെക്കും. ഇനിയിപ്പോ എന്താണ്? കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. അടുത്ത മോഷണത്തിന് പോവാ. എവിടെയെങ്കിലും കേറി പറ്റാം. അറിയാവൂ. ഇതിപ്പോ ഒരു രക്ഷയും ഇല്ല. ഇതിപ്പോ പൊക്കും, ഉടനെ പൊക്കും. എന്റെ എളുപ്പത്തിൽ നീ പറയണ പൊക്കൂന്ന് എനിക്കറിയാമല്ലോ. കൊറേ നാള് മറ്റോള് അവളെ വാട്ടിന് പോയി. അവളെവിടെ പോയി ഇരിപ്പുണ്ട്. അതിനെന്ത്? എവിടെയാണെന്ന് ഞാൻ അറിയണമെങ്കിൽ ആദ്യം പറയാൻ പോണ ഞാനായിരിക്കും പോലീസിൽ. നല്ല അന്വേഷണം നടക്കുന്നുണ്ട്. നീ വല്ലതാ നോക്കണം. ഞാൻ പിന്നെ നേരം വെളുത്തിരുന്ന് കുത്തിയിരുന്ന് ഇങ്ങനെ എടുത്തു ഇങ്ങനെ അങ്ങ് വെച്ചും കൊണ്ട് ഞാനിരുന്ന് വായിക്കും. ഇങ്ങനെ പറയാന്ന് വായിക്കും കണക്ക്. എന്നിട്ടിരുന്ന് കഥകള് നിനക്ക് പറഞ്ഞു തരണം. നീ ഇരുന്ന് എപ്പോഴും ഇങ്ങനെ ഇടിച്ച് കയറ്റി എന്തൊരു കിട്ടിയാലും ഞണ്ണി അങ്ങ് ഇരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇനി ആരെങ്കിലും അക്കൗണ്ടിൽ വല്ല കിടപ്പുണ്ടോ? എന്റെ അക്കൗണ്ടില് തേങ്ങ ഉണ്ട്. അതെല്ലാം തരീത് ലക്ഷങ്ങൾ അങ്ങോട്ട് കയറ്റിയിട്ടല്ലോ. കഴിഞ്ഞ മാസം ഫുള്ള് ചെലവായത് എത്ര രൂപയാണ്? എത്ര? എന്റെ ഡ്രസ്സ്, ഇവിടുത്തെ ആഹാരങ്ങൾ, അരി, സാധനങ്ങൾ എല്ലാം ഒളിച്ച് ഗുഹയ്ക്കകത്ത് ഇരുന്നും കൊണ്ട് ഇതെല്ലാ പരിപാടിയും ഒപ്പിച്ചല്ലേ? ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നും കൊണ്ട് അവിടുത്തെ അന്വേഷണങ്ങളൊക്കെ വല്ലതും അറിഞ്ഞാ? ഇനി എത്ര പേരെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് വല്ല തെളിവാണ്ട? ഇനി ആരെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി ഇട്ട് കൊടുത്താ? നമ്മളെ അയൽക്കാര് കുറച്ചു പേർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ആരാന്നില്ല. ഗോവിന്ദച്ചാമി, അച്യുതൻ, ഗോപാലൻ, മണിയെ, സത്യൻ. നിനക്ക് എല്ലാരും ഓർമ്മയുണ്ടല്ലോ. കുറച്ചെണ്ണത്തിനെയൊക്കെ ഓർമ്മ ഉണ്ട്. പിന്നെ സരള, മോളി, സുശീല, തങ്കമണി, ചിന്താമണി. കുടുംബശ്രീയിലുള്ള എല്ലാവർക്കും നീ അയച്ചു കൊടുത്തല്ലേടി ശവമേ? കുറച്ചുപേരെ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് കിടക്കട്ടെന്ന് വിചാരിച്ചു. പിന്നെ അല്ലാതെ അവരതൊക്കെ തിന്നു കാണും. എല്ലാം കൂടെ പിടിച്ചിങ്ങനെ വെച്ചു കഴിഞ്ഞാലേ അതും കൂടെ പൊക്കി എടുത്തോണ്ട് പോവും. ഒന്നാമത് അന്വേഷണമൊക്കെ ഒരു വഴി എത്തി, ഇനി അറ്റം വരെ എത്തി നിൽക്കുന്ന സമയമാണ്. അപ്പൊ കൊറേയൊക്കെ ഇങ്ങനെ ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു. ലക്ഷങ്ങളൊക്കെ കണക്ക് കിട്ടിയെന്ന് പോലീസിന്. ഗുഹയ്ക്കകത്തിരുന്നെങ്കിലും ഒക്കെ എനിക്കറിയാം. പിന്നെ സദാശിവന്റെയും മോളീരെയും കയ്യിലൊക്കെ കുറച്ച് അങ്ങോട്ടും ഒക്കെ ഇട്ട് കൊടുത്തു. വിശേഷിച്ചും ചെന്താമരയും ഗോവിന്ദച്ചാമിയുടെയും അക്കൗണ്ടിലോട്ട്. അതൊരു കാര്യം. ഗോവിന്ദച്ചാമി എന്തുകൊണ്ടാണ് ചാടിയത്? ചാടിയതിന്റെ കാര്യം എന്താണ്? ചെന്താമരയുടെ അടുത്തോട്ടാണ് പോയത്. ചെന്താമരയുടെ അക്കൗണ്ടിലും കുറെ ഇട്ട് കൊടുത്തു. അവിടെ രണ്ടുപേരും കൂടെ ഒരു ജയിലിലാണ്. ഇനിയിപ്പൊ അവിടെ കിടന്ന് അടിയാവും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ആ രണ്ടെണ്ണത്തിന്റെ ഒന്നും ക്യാഷ് ഇനി ഒപ്പിക്കണം. നിനക്കെങ്ങനെ അവരുമായിട്ട് ഇടപാട്? ചെന്താമരയൊക്കെ നമ്മളാളല്ലേ, 2 കൊലക്കുറ്റത്തിലെ പ്രതിയല്ലേ. എനിക്ക് അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ടല്ലേ. അവരെയൊക്കെ കൂട്ടുപിടിച്ചാലേ എല്ലാവർക്കും പേടിയാണ് അവരെ. അതുകൊണ്ടാണ് കൂട്ടുപിടി. പക്ഷെ അത് നല്ലൊരു കാര്യമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവരെ കൂടെ പോയങ്ങ് കിടക്കാം. ഒരു കമ്പനിക്കാവൂല്ലോ. അതിപ്പോ കൊണ്ടുപോകും. അപ്പൊ അറിയാം നിനക്ക്. അതുകൊണ്ട് പോകും. ഞാനൊരു സജഷൻ പറയട്ടാ. നമുക്ക് അങ്ങോട്ട് പോയി കീഴടങ്ങിയാല്. കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല, ജയിലിലാണെങ്കിൽ അവര് നമുക്ക് ചപ്പാത്തി ഉണ്ടെങ്കിലും തരും. എന്താണ് നിന്റെ അഭിപ്രായം? ക്രൈം ബ്രാഞ്ചിൽ ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയി കാര്യം ചെയ്യാം. ക്രൈം ബ്രാഞ്ചിലോട്ട് പോയി കീഴടങ്ങാം. അതിന് പോകുമ്പോഴത്തേക്ക് ഈ ജനങ്ങളൊക്കെ കാണും. ഈ ജനങ്ങൾ കാണാതിരിക്കാം. മാസ്ക് മാത്രം വെച്ചാ ശരിയാവൂല. നമ്മൾ 2 പേരും എടുക്കണ തീരുമാനമാണ്. 2 പേരും എടുക്കണം. അതെന്താണ് ചെയ്യാനുള്ളത്? അതെങ്കിലും കിട്ടണത് ഭാഗ്യം. പൈസ എല്ലാം തീർന്നു. പോവാനെങ്കിലും വണ്ടിക്കൂലിക്ക് 10 രൂപ വേണ്ടേ? ഞാൻ അന്ന് ഞാൻ വീട് വെച്ചപ്പോ പറഞ്ഞു കുറച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി 3 നില വീട്, കാറ് മേടിക്കണം. നമുക്ക് 3 പേർക്ക് താമസിക്കാൻ ഓരോ നില.
അത് നല്ലതല്ലേ? അത് എന്റെ തീരുമാനം, അതായിരുന്നു ഞാൻ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് തീരുമാനം അതായിരുന്നു. നിങ്ങൾ സഹോദരൻ എന്തെങ്കിലും ഉപകാരം ഉപയോഗമുള്ള എന്തെങ്കിലും കാര്യം അല്ല, നിന്റെ സഹോദരനെ ഞാൻ അറിഞ്ഞല്ലോ. നിന്റെ സഹോദരനെ ഇവിടെ പറഞ്ഞു വിട്ട് ബാംഗ്ലൂര്. എന്തിന്? ബാംഗ്ലൂർ അല്ലേ, UK. ബാംഗ്ലൂരല്ലായിരുന്നാ? UK. എന്തരായാലും ഡോക്ടറിന് പഠിപ്പിക്കാൻ തന്നെ വിട്ടത്. ഡോക്ടറിന് എന്നാ ഡോക്ടറെ അങ്ങോട്ട് കയറുള്ളൂ. അല്ലാതെ വേറൊന്നും പഠിച്ചാ ശരിയാവൂല. പറയണ ആൾ ഒന്നിനും ഉപയോഗിച്ചില്ലല്ലോ. ഞാൻ എന്തോന്ന്, ഞാൻ വീട് വെക്കാൻ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത്. നീ കാറ് വാങ്ങിച്ചില്ലേ? കാറൊക്കെ വാങ്ങിച്ച്. നീ എവിടെയെങ്കിലും കയറി പറ്റണം. അതുപോലെ ഇതിപ്പൊ ഇവിടത്തെ ഇത് കഴിഞ്ഞല്ലേ എങ്ങോട്ടെങ്കിലും കയറത്തുള്ളൂ. ഇതിന്റെ താഴെയുള്ള പച്ചക്കറി കടയിലെ QR കോഡ് മാറ്റിയത് നീ അല്ലേടി? അത് തൂക്കാറായെന്നാണ് എനിക്ക് തോന്നണത്. ഇനി പച്ചക്കറിയും കിട്ടൂല. കുറച്ച് ഐഡിയ ഒക്കെ പറഞ്ഞു തന്ന നീയും കൂടെ അല്ലേ? പിന്നെ ഇരുന്നും കൊണ്ട് എന്തിനാണ് ഇപ്പൊ രണ്ടുപേരും കൂടെ അടി കൂടിയിട്ട് വല്ല കാര്യമുണ്ടാ? ഞാൻ പോടും. ഇപ്പൊ ഇരുന്നോണ്ട് മാങ്ങണ് ഞാൻ പോണ് എല്ലാം ഒപ്പിച്ചങ്ങോട്ട് വെക്കുകയും ചെയ്യും. ഞാൻ പോണു വെള്ളം കൂടി കടന്ന് വെടുക്കട്ട്. രാത്രിയാകുമ്പോ ഞാൻ കുത്തിയിരുന്ന് തുടയ്ക്കണം. അതും കൂടെ കുഴിക്കകത്ത് കയറിയിരുന്നും കൊണ്ട് ഇതാ ക്രൈംബ്രാഞ്ചിലും അന്വേഷണത്തിലും അങ്ങോട്ട് ഇതാ എല്ലാം റെഡി ആയി. ഞാൻ ഇന്ന് ഇരുന്ന് ന്യൂസ് കണ്ടിറങ്ങാമെങ്കിൽ എനിക്ക് വയ്യ ഇതിങ്ങനെ താങ്ങാൻ. അവൾ എവിടെ പോയി കിടക്കണോ എന്തോ. എവിടെ എങ്ങോട്ടാ പോയിട്ടുണ്ട്? പോയോര് പോട്ട്, നീ വരണ. ഈ ജനങ്ങളൊക്കെ കാണും. ജനങ്ങൾ കാണാതിരിക്കണം. ഒരു മറ വേണം, ഹെൽമെറ്റ്. അതൊരു ഐഡിയ. എന്റെ ഹെൽമെറ്റിന് മറ്റേ ഗ്ലാസ് ഇല്ല, മാസ്ക് വെക്കാല്ലേ? മാസ്ക് വെച്ചോ? പിന്നെ ആർക്കും മനസ്സിലാവൂല. ഇല്ലല്ല, ആർക്കും മനസ്സിലാവൂലല്ല. നിന്റെ കണ്ണാടിയില് പക്ഷെ തൂക്കും, ഭൂത കണ്ണാടി. അന്ന് വാസി പിന്നെ ഗർഭിണിയായിട്ടൊക്കെ അവിടെ ഇരിക്കുന്ന സമയമായത് കൊണ്ടാണ് ഇതെല്ലാം അമ്മക്ക് ഇത്തിരി ഒന്ന് ലക്കിന് കിട്ടിയത്. ഇനി ജന്മന കിട്ടിയ ആ ഒരു കഴിവായിരുന്നു. അത് നല്ലോണം ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യാത്തത് നിന്റെ കണക്ക് പറഞ്ഞു തന്നോണ്ടല്ലേടി ആ വീട് വെച്ചത്. വീടും വെച്ച് കാറും വാങ്ങിച്ച്. നിന്റെ സഹോദരനെയും പറഞ്ഞോട്ടില്ലേടി പഠിക്കാനായിട്ട്? ഡോക്ടറിന് പഠിച്ച് കൊച്ചിറങ്ങി വരുമ്പോ നമ്മള് മൂന്നുപേരും ഇപ്പൊ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയിലായി വന്നിരിക്കണം. പോവാം. എവിടാ? കീഴടങ്ങാം. പോവാം. അതേ നടക്കും. ഇനി അതേ അവളെ കാത്തു നിന്ന അവള് ഏതാ സ്ഥലത്ത് ഹണിമൂണ് പോയി കിടക്കണം. അവള് പോട്ട്, നമ്മക്ക് പോയി കീഴടങ്ങാം. ഇനിയിപ്പൊ ന്യൂസുകാരൊക്കെ വരുമ്പോ തോന്നി അവരൊക്കെ വന്ന് ഇങ്ങനെ കൊണ്ടുവരും പിടിക്കാനായിട്ട്. മിണ്ടാതെ നിക്കാ സൈഡിൽ. അല്ല, ഹെൽമെറ്റ് വെക്കുക, അപ്പോഴറിയത്തില്ലല്ലോ. ഇനി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വരേണ്ടി വരുമല്ലേ ജയിലിനകത്താ? പച്ചക്കറിയൊക്കെ നടേണ്ടി വരും. പച്ചക്കറി നമുക്ക് ആഹാരം കറക്റ്റ് കിട്ടും. QR കോഡ് വെച്ച് പച്ചക്കറിയല്ലേ തട്ടിയത്? അപ്പൊ ഇനി എന്തോന്ന് ചെയ്യണം? മാലയും വളയും മോതിരം ഒക്കെ തട്ടിയതിനും വേണ്ടി ഇനിയിപ്പൊ പോയി കിടന്ന് കിളയ്ക്ക അല്ലേ? പണ്ട് ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. എനിക്കറിയാം ആ ചരിത്രം. അത് മോഷണമല്ലായിരുന്നു? അതൊരു ചെറിയ മോഷണം. ഞാൻ അതുകൊണ്ടല്ലേ കുറച്ചൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞു തന്നാ അതിൻ്റെതായ രീതിക്ക് കയറി നിന്ന് മോഷ്ടിക്കുമ്പം നമ്മൾ അത്രയും ശ്രദ്ധയോടുകൂടി നിന്ന് മോഷ്ടിക്കണം. ആ മാല 7000 രൂപയ്ക്കൊക്കെ വാങ്ങിക്കണ നെക്ലസ് കണക്കത്തെ അതൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന? അതും CCTV ഉള്ളിടത്തുനിന്ന് വെളിയിലോട്ട് കൊണ്ടുപോയി. അല്ല, ആ മാലയല്ലേ നീ കഴിഞ്ഞ തവണ അപ്പുറത്ത് പോയപ്പോഴത്തേക്ക് ഇട്ടുകൊണ്ട് പോയത്? കൊറേ മുക്കി അതൊക്കെ ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് നമ്മള് അതൊക്കെ അത് പിന്നെ നമ്മളെ ആവശ്യത്തിന് വേണ്ടേ? അത് മാത്രല്ല, ഈ കസ്റ്റമർ വന്ന് വാങ്ങിച്ചപ്പോ ഞാൻ എന്തുകൊണ്ടാണ് വെളിയിലോട്ട് കൊണ്ടുപോയത്? അവിടെ CCTV ഇല്ലാത്തത് കൊണ്ട് കുറെ ഞാൻ അങ്ങനെ തട്ടി. അകത്താകുമ്പോ QR കോഡൊക്കെ വെക്കാം. അത് ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ അതെങ്ങനെയാണ് നിന്റെ ഐഡിയ ആയിരുന്നത്? അതെങ്ങനെയാണ്? താണ്ട ഇങ്ങനെ കയറ്റാൻ പറയും. ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്തോട്ട് വെച്ചിട്ട്. അതിപ്പോ ഞാൻ വിചാരിച്ച അവിടുത്തെ CCTV വർക്ക് ആവുന്നു. വർക്കാണെന്ന് അറിഞ്ഞൂടെ? ആ ഓസിക്ക് ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരിക്കണെന്ന് ഞാൻ വിചാരിച്ച. ഓസിക്ക് ബുദ്ധിയില്ലെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ നിനക്കാണ് ബുദ്ധിയില്ലാത്ത. ബുദ്ധി എന്നാ പിന്നെ ബുദ്ധിയുള്ള നിനക്കൊന്ന് പറഞ്ഞു തന്നൂടെ? ഞാൻ ബുജിയായിരുന്നു. ഞാൻ കണ്ണാടി വെച്ചേക്കുന്നുണ്ടല്ലേ? കണ്ണാടി വെച്ചത് നീ പറഞ്ഞു തരാത്ത. അല്ല, നമ്മളിപ്പോ വഴക്കൂടിയിട്ട് ഒരു കാര്യമില്ല. നീ ഇങ്ങനെ ഇരുന്നും കൊണ്ട് കൂടെ ഞാൻ പല ദിവസവും നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്നും എന്നെ കൊണ്ട്. ഇനിയിപ്പോ ജയിലിൽ പോകുമ്പോഴോ നമുക്ക് എന്തിനു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോണം? ഇതൊക്കെ ഇട്ടുണ്ടെങ്കിൽ പോവാം. ഇനിയിപ്പോ ഹെൽമെറ്റ് വെക്കാം. ഹെൽമെറ്റ് വെച്ചിട്ട് നമുക്ക് കീഴടങ്ങാം. അതാണ് പറ്റിയത്. വെച്ചോ ഹെൽമെറ്റ്. പോവല്ലേ? അയ്യോ, ഹെൽമെറ്റ് വെക്കാനും അറിഞ്ഞൂടാ. നിനക്ക് ആര് ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ ആദ്യം ഊരണം, എന്നിട്ടത് താക്ക്. നിന്നെ ആരും കാണൂല കേട്ടാ, പക്ഷെ എന്നെ കാണും. ഞാൻ ഈ കണ്ണാടി വെക്കട്ടാ ചേഞ്ചിന്.
ഇനിയിപ്പോ എന്തൊരു ചെയ്യും? എന്റെ കണ്ണാടിയിലേ ആര് ബുദ്ധി? ശ്വാസം ആരും കാണൂലല്ല. നിന്നെ ആരും കാണൂല. ഇനിയിപ്പൊ ന്യൂസുകാര് വരുമ്പോഴത്തേക്ക് ഇതും കൂടെ പിടിച്ച കടന്നിട്ട് ഞാൻ എന്തോന്ന് ചെയ്യും? ഞാൻ ഇങ്ങനെ പോവാ. എന്നിട്ട് കണ്ട ഇന്ന് ഇങ്ങനെ തുറക്കും. ഞാൻ ഇങ്ങനെ തുറക്കും അടയ്ക്കും, തുറക്കും അടയ്ക്കും. ന്യൂസുകാര് വരുമ്പോ അടയ്ക്കും, ന്യൂസുകാര് വരുമ്പോ അടയ്ക്കും, ഇങ്ങനെ അടയ്ക്കും, പിന്നെ ഇങ്ങനെ എടി എനിക്ക് ഒന്നും എന്നെ ഇപ്പൊ ആരും അറിയില്ല. എന്നെ തൂക്കിയാ നിന്നെ തൂക്കും. ഇതെന്തേ ഞാനാണ് പോണേന്ന്. ഇതെന്തേരി ഓ നിന്നെ കാണാൻ നല്ല ജയിലുണ്ട്. മറ്റേ ബഹിരാകാശത്ത് പോണ പോലെയുണ്ട്. ഇനിയിപ്പൊ എത്ര നാള് ജയിലിനകത്ത് കിടക്കുന്ന ഒരു ഐഡിയ ഇല്ലല്ലോ. കുറെ നാളൊക്കെ കിടക്കേണ്ടി വരും. ഇനിയിപ്പൊ ചെയ്യണ എന്തിനാണ്? എല്ലാം സംഭവിച്ചു പോയില്ലേ. എങ്ങനെ പോവും? ആരെ പറ്റിക്കും? പോക്കറ്റ് അടിക്കാൻ അറിയാവോ നിനക്ക്? പോക്കറ്റ് അടിക്കാനാ? ഇപ്പൊ പോക്കറ്റ് അടിക്കാരന്മാരൊക്കെ പൈസ എവിടെയാണ് വെക്കണത്? ഇങ്ങനെ പണ്ടായിരുന്നു ഇങ്ങനെ പോക്കറ്റ് ഇടണ. ഇപ്പൊ എന്താണ്ട ഇതിനകത്തോട്ട്, ഇതിന്റെ അകത്ത്, മുണ്ടിന്റെ അകത്ത്, നിക്കറിന്റെ അകത്ത് ആണ് പോക്കറ്റ് ഉണ്ടാക്കി വെച്ചേക്കണേ. എങ്ങനെ ഇപ്പൊ പോക്കറ്റ് അടിക്കണത്? ഹണി ട്രാപ്പ്. ഹണി ട്രാപ്പാ? ഒന്നും അറിയാത്ത പോലെ. എടി ഒരാളെ പരിചയപ്പെടണം. നമുക്കിപ്പം എല്ലാം ഇനിയിപ്പോ വാരിക്കെട്ടാവൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, ഒന്നുമില്ല. ഉടുതുണി വരെ അഴിച്ചോണ്ട് പോണ അവസ്ഥയിലായി. വീട് പൂട്ടി നമുക്ക് ഇറങ്ങി നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ അവിടെ കറങ്ങി നിൽക്കണ ഏതെങ്കിലും ഓട്ടോക്കാരന്മാര് നീ ഒന്ന് പതുക്കെ വശത്താക്ക്. ഹണി ട്രാപ്പില് വശത്താക്കാന് പതുക്കെ ആ പോലീസ് സ്റ്റേഷന്റെ അവിടെ വരെ ഒന്ന് ഇറങ്ങി. ഒരു കാര്യം ചെയ്യാ, ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെ തടവാ. നിനക്കൊന്നിനും അല്ല, ഞാൻ ചോദിക്കട്ടെ, നിനക്കൊന്നിനും വയ്യ? നീയാണ് എന്നെ കൊണ്ട് ഇത് അത്രയും ചെയ്യിച്ചത്. ഓസീര മാല എടുക്കാൻ പറഞ്ഞു. ഓസീര കടയിലുള്ള എല്ലാം വരാൻ പറഞ്ഞു. QR കോഡ് വെച്ചു കൊടുത്ത് എല്ലാ സാധനവും ചെയ്തിട്ട് ഇപ്പൊ എല്ലാം കൂടെ നേരെ ഞാൻ ബുജിയാണ്. അതെ, നിനക്ക് ബുജി ലുക്ക് ഉണ്ടെങ്കിൽ നിന്നെ കണ്ട ഒരു കള്ള ലക്ഷണമുണ്ട്. അതുകൊണ്ട് ആൾക്കാർ വിചാരിക്കും നീയാണ് ഇതെല്ലാം ചെയ്തത്. അത് എന്റെ കുറ്റമല്ല. ഇതിപ്പം ചെന്താമരയുടെയും ഗോവിന്ദച്ചാമിയുടെ അക്കൗണ്ടിലോട്ട് ഇട്ട പൈസ എങ്ങനെ എടുക്കും? അത് പോയി. ഗോവിന്ദച്ചാമി ചെന്താമരയുടെ അടുത്തോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്താണ് കിടക്കുന്നത്. അങ്ങോട്ട് അങ്ങ് പോവാം. അവരടുത്ത് നമുക്ക് കീഴടങ്ങിയിട്ട് സാറിന്റെ അടുത്ത് പറയാം നമുക്ക് അങ്ങോട്ട് പോയാൽ മതി. അവരടുത്ത് പോയി കിടക്കായി. ചെന്താമര ഇരട്ടക്കൊലപാതകമാണ് ചെയ്യുന്നത്. ഒറ്റ കൊലപാതകം ചെയ്തിട്ട് പിന്നെ ഇരട്ടക്കൊലപാതകം ചെയ്ത്. ചെന്താമര ഗോവിന്ദച്ചാമിയ 14 കേസിലെ പ്രതിയാണ്. അയാളതാണ് ജയിലിൽ ആടിയത്. അല്ല, നമ്മള് ഒരു സെല്ലിനകത്തല്ലോ. ഞാൻ ഗോവിന്ദച്ചാമിയുടെ അടുത്ത് കിടക്കാം. ഞാൻ ചെന്താമര അടുത്ത് കിടക്കൂല. 3 പ്രാവശ്യം മുട്ടണം. മുട്ടുമ്പം ആരാണ് ശരിയാവണം? ലാസ്റ്റത്തെ മുട്ടില് ഒരാള് ചെന്താമരയുടെ അടുത്ത് കറക്റ്റ് നല്ല ശക്തിയോട് മുട്ടുമ്പോഴത്തേക്ക് ചെന്താമരയുടെ അടുത്ത്, ചെറുതായിട്ട് മുട്ടുമ്പം അവര് ഗോവിന്ദച്ചാമിയത്ത്. മുട്ട് 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 ഞാൻ വരട്ടെ. ചെന്താമരയുടെ അടുത്ത്. ഇനി ചെറിയ മുട്ടില് ഗോവിന്ദച്ചാമിയുടെ അടുത്ത്. പിന്നെ എവിടത്തെ കളിയൊന്നും അല്ല ഇതൊക്കെ. കളി കാര്യാവണ ലക്ഷണങ്ങളാണ്. മുട്ട് കണ്ട, ഇത് ചെറിയ മുട്ട്. ഞാൻ ഗോവിന്ദച്ചാമിയുടെ അടുത്ത്, നീ ചെന്താമരയുടെ അടുത്ത് വലിയ മുട്ട്. ചതിക്കാൻ ഭയങ്കര മിടുക്കിയാണ്. അതുകൊണ്ട് ഇപ്പൊ ഇത്രത്തോളം ഒക്കെ ആയി. വീടായില്ലേ? വീടായാ നിനക്ക് കാറായ? നിന്റെ സഹോദരനെ പറഞ്ഞു വിട്ടാ? പഠിക്കാൻ വരേണ്ടി വരും. നീ ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഓസീര സ്ഥാപനത്തില് ജോലിക്ക് നിന്നത് കൊണ്ടാണല്ലോ നിന്റെ സഹോദരനെ നല്ല നിലയിലാക്കാൻ പറ്റിയത് തന്നെ. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ഇവിടെ വന്ന് ഇരിക്കണത്. എടീ, നമുക്ക് പോവാം. ഇന്ന് വർത്താനം പറഞ്ഞിട്ട് ഒരു കാര്യവും. പോലീസ് സ്റ്റേഷനിൽ പോവാന്ന്. ഇതിപ്പോ എന്നെ ആരും ഒട്ടും അറിയൂല. എന്നാ പിന്നെ നീ ഇങ്ങനെ തന്നെ ഇരുന്നോ, ഞാൻ പോണു. എന്നിട്ട് നിന്നെ കൂടെ ഞാൻ ഒറ്റ കൊടുക്കും. നോക്കിക്കോ. പോലീസ് സ്റ്റേഷനില്ല? ഒറ്റ കൊടുക്കൂ എങ്കിൽ ഒറ്റ കൊടുക്കാം. പോവാ. എന്തായാലും അമ്മക്ക് രണ്ടുപേർക്കും കീഴടങ്ങാം. അവളെ പാട്ടിന് പോയി. അവളെങ്ങോട്ടാ പണി ഞാൻ കൊടുക്കുന്നുണ്ട്. കൊറേ പേര് അക്കൗണ്ടിൽ കാണൂല്ലേ നമ്മൾ അയച്ച പൈസ? കുറച്ചു പേരെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്. കുറച്ചു പേരെയൊക്കെ അക്കൗണ്ടിൽ നിന്ന് അവര് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞു. അത് ന്യൂസിൽ ഞാൻ കണ്ടായിരുന്നു. അവര് ഡീറ്റെയിൽസ് എടുത്ത് കുറച്ചു പേരെ അക്കൗണ്ടിൽ നിന്ന്. ഇനി ഉള്ളവരെന്ന് പറഞ്ഞാൽ ഗോവിന്ദച്ചാമി, അച്യുതൻ, ഗോപാലൻ, കുഞ്ഞിരാമ, സത്യം, മണിയൻ, സദാശിവം, മോളി, ചെന്താമര, സരള, സുശീല, ശാന്ത, ഗീത,
മണിച്ച് തങ്കമണി ചിന്താമണി ഇത്ര പേരെ അക്കൗണ്ടിലോട്ട് ഞാൻ നമ്മളെ നാട്ടുകാരെ അക്കൗണ്ടാണ് അവരെ അക്കൗണ്ടിലോട്ട് മാറ്റി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ചെന്താമരേരെ ഗോവിന്ദചാമിയുടെ അടുത്തോട്ടായിരിക്കും ഇനി നമ്മള് ചെന്ന് പിടി കൊടുക്കുമ്പോഴത്തേക്ക് അവര് കൊണ്ടുപോണത്. നമുക്ക് അങ്ങോട്ട് പറയാം. ഇനിയിപ്പൊ അതേ ഉള്ളു വഴി. ഇനിയിപ്പൊ എന്തായാലും നീ ചെന്താമര 3 മുട്ടില് വലിയ മുട്ടിലാണ് നീ പെട്ടിരിക്കണത്. 3 മുട്ട് മുട്ടിയത് വലിയ മുട്ട് നീ ചെന്താമരയുടെ അടുത്തും ഞാൻ ഗോവിന്ദചാമിയുടെ അടുത്തും. എനിക്ക് ഗോവിന്ദചാമി മതി. ഗോവിന്ദചാമി ആകുമ്പോ ഒരു കയ്യില് പകുതിയില്ലല്ലോ. കയ്യിലിരിപ്പ് എല്ലാം ഉണ്ട് അവന്. ഇടി ഇത് ഫാമിലി ട്രിപ്പ് അല്ല. ജയിലെന്ന് പറയണത് നീ എന്തിനു വിചാരിച്ച ഹോട്ടലാണെന്നാ? മീഡിയക്കാരെല്ലാരും കൂടെ തള്ളി തള്ളി വരണടി ഇങ്ങോട്ട് നമ്മളടുത്ത് ഓരോന്ന് ചോദിക്കാനായിട്ട്. ഒന്നും പറയാനില്ല. നിങ്ങളിങ്ങനെ നമ്മളെ പിറകെ നടക്കല്ലേ. അതൊന്നും അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി. കുറച്ച് പൈസ, കുറച്ച് ക്യാഷ് നിങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കായിരിക്കും. കുറച്ച് ക്യാഷ് ഇതിപ്പോ ഉള്ള ഒരു അക്കൗണ്ടുകളിൽ നിന്ന് പിടിച്ചായിരുന്നു. ഇങ്ങനെ നിങ്ങൾ ഇത്തിരി അങ്ങോട്ട് ദൂരോട്ട് മാറി നിന്നാണ്. ഞങ്ങളുടെ ഇപ്പൊ 10 പൈസ ഇല്ല. പോലീസ് പോക്കറ്റ് അടിക്കാൻ പോവുകയാണ്. ഇപ്പൊ എല്ലാരും മുണ്ടിന്റെ അടിയിലോട്ട് നിക്കർ വിട്ട് അതിനകത്താണ് പോക്കറ്റിൽ വെച്ചോണ്ട് കിടക്കണം. ഇനി എങ്ങനെ കൈയിട്ട് എടുക്കുമെന്തോ പറയണ്ടേ. അപ്പോഴ് ഇനിയിപ്പൊ എന്തായാലും നമ്മൾ കീഴടങ്ങാൻ തയ്യാറായി. നമ്മള് സ്റ്റേഷനിൽ കീഴടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പൊ ദിയക്കൊന്നും ഒരു കാര്യമില്ല. നമ്മളതിൽ 10 പൈസ ഇല്ല. ഞങ്ങളിപ്പോ ഓസിനാണ് ഒരു ഓട്ടോയിൽ വന്ന് ഇവിടെ ഇറങ്ങിയത്. ആ ഉള്ള അക്കൗണ്ടിൽ കിടക്കണ ഇനിയിപ്പൊ പിടിക്കുപടി നമ്മൾ കീഴടങ്ങിയ ഉള്ള ഏത് അക്കൗണ്ടിൽ? കുറച്ച് പേര് അക്കൗണ്ടിലോട്ട് അയൽവക്കക്കാരെയൊക്കെ അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ട് പറയണ്ടേ. നമുക്ക് പോവാം. പേടിയാവണം. വാ